നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഒടുക്കം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെ നിർണിതമായ കാര്യമാണ്. സ്വാഭാവികമായും അവർക്ക് കോൺഗ്രസിന് താല്പര്യമുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്താം. പക്ഷേ അവിടെ അൻവർ ഒരു സമ്മർദ്ദ ശക്തിയായി UDFന് പുറത്തുണ്ട്, ഇപ്പോഴും അകത്തേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ UDF പ്രവേശനം, തൃണമൂൽ കോൺഗ്രസിൻ്റെ UDF പ്രവേശനം വേഗത്തിലാക്കണം എന്ന ഒരു സമ്മർദ്ദം അൻവർ ചെലുത്തുന്നുണ്ട്. അക്കാര്യത്തിൽ ഇതുവരെ UDF നേതൃത്വം ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻവർ പറയുന്നത്, ഏറ്റവും ഒടുവിലായി അൻവറിൻ്റെ ഭീഷണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ UDFനകത്തെ ചിത്രങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു തീരുമാനമെടുക്കാമെന്നാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ഇതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്, അത് ആർക്ക് എഡ്ജുണ്ടാക്കുന്നതാണ് എന്ന വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ. ഉദാബ് സാഹിബ്, ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ നേരത്തെ തന്നെ ധാരണയായതാണ്. അപ്പോൾ അൻവറിൻ്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അൻവർ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചോ? അല്ല, അതൊരു അനൗദ്യോഗിക വിവരമാണ്, ചാനലുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇനി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നെങ്കിൽ അൻവറിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലേ? നിലമ്പൂരിൽ നോക്കൂ, നിലമ്പൂരിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്ന് 7 മാസമായിട്ട് ബാക്കിയുള്ളൂ. ഏതെങ്കിലും നിലയ്ക്ക് നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന ഒരു സംഗതിയാണ്, അങ്ങനെയല്ല അത്. പക്ഷേ സാങ്കേതികമായി ഒരു നിയമത്തിൻ്റെ ഒരു സാങ്കേതികത്വം മറികടക്കാൻ വേണ്ടി മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു MLA ഇല്ലാത്തതുകൊണ്ട് നിലമ്പൂരുകാർ ആകെ വിഷണ്ണരായി കഷ്ടപ്പെട്ട് നിൽക്കുകയൊന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ കേരള നിയമസഭയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ളൊരു MLA ആയിരിക്കും ആരാണോ ജയിക്കാൻ പോകുന്ന ആ MLA. പക്ഷേ ഇതിന് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യമുണ്ട്. കാരണം കേരളം 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ദെൻ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 2 ടേമായി അവർ അധികാരത്തിലില്ല. പൊതു തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു ഊർജ്ജം സംഭരിച്ച് മുന്നോട്ട് പോകാൻ നിലമ്പൂർ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തുടർഭരണം എന്ന് പറയുന്നൊരു ആശയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊരു ശക്തി കൊടുക്കാനും നിലമ്പൂരിലെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടായിരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും പ്രസക്തമായിട്ടുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചതും പ്രത്യേകിച്ചൊന്നും ഒരു നിലക്കും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പല്ല. അപ്പോൾ ഇതിൽ എന്താണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്ന് ചോദിച്ചാൽ, അതിൽ എന്തിനു വേണ്ടിയാണ് ഈ എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായതെന്ന് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായത്? അൻവർ രാജിവെച്ചുകൊണ്ട്. അൻവർ എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അദ്ദേഹം ഭാഗമായിട്ടുള്ള LDF സർക്കാരിനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വളരെ പ്രത്യക്ഷത്തിൽ ആരോപണങ്ങളുമായിട്ട് വരുന്നു. അതിനെ തുടർന്ന് പാർട്ടിയുമായി ഉരസലുണ്ടാകുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണ്? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം പോലീസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പോലീസിലെ സംഘപരിവാർ സ്വാധീനം, മൊത്തം സംസ്ഥാനത്താകെ പോലീസിലുള്ള സംഘപരിവാറിൻ്റെ സ്വാധീനം, അതിനോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സവിശേഷമായി മലപ്പുറത്ത് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രിയകൾ, പോലീസ് എക്സസ്, പലതരത്തിലുള്ള മുൻവിധികൾ വെച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ സമീപനം, പ്രത്യേകിച്ച് അന്ന് SP ആയിരുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലാ SPക്കെതിരെ പേരെടുത്ത് അൻവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അൻവർ ഉന്നയിച്ച വിമർശനം. പോലീസ് അധോലോക സംഘമായി മാറും. പ്രത്യേകിച്ച് അന്നത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ADGP അജിത് കുമാർ ഒരു ക്രിമിനൽ ഗാങ്ങിൻ്റെ ഭാഗമാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഓഫീസർക്ക് ഇത് പറയുന്നത്, അയാൾ ക്രിമിനൽ ഗാങ്ങിൻ്റെ ഭാഗമാണ് എന്ന് അന്ന് MLA ആയിരുന്ന ഇടതുപക്ഷ MLA അൻവർ ആരോപണം ഉന്നയിക്കുന്നത്. മലപ്പുറത്ത് കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, പ്രത്യേകിച്ച് NDPS കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡാൻസ് ഓഫ് സംഘം നടത്തിയിട്ടുള്ള അതിക്രിയകൾ, അവർ തന്നെ ഇതിൻ്റെ ഡ്രഗ് കാരിയേഴ്സായിട്ട്, കഞ്ചാവിൻ്റെ കാരിയേഴ്സായിട്ട് മാറുകയും ആ കഞ്ചാവ് പലയിടത്തും പലരെയും കൃത്യമായി എറിഞ്ഞു പിടിപ്പിച്ച് തന്നെ കേസിൽ പ്രതികളാക്കുകയും ചെയ്യുന്ന അതിഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജിവെച്ച് പോരേണ്ടി വന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടെങ്കിൽ ഇതാണ്. ഈ പോലീസ് നയം, കേരളത്തിലെ പോലീസ് നയം, പൊതുവായിട്ട് പോലീസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഘവൽക്കരണം, മലപ്പുറം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ അതിക്രിയകൾ, ഈ വിഷയത്തിൽ അൻവർ ഉന്നയിച്ച വിമർശനങ്ങൾ, അതിനോട് ക്വാളിറ്റേറ്റീവായിട്ട്, അതിനോട്
കൃത്യം അതിനോട് പ്രതികരിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM LDF അവർ വിജയിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിണറായി ഭരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന മഹദ്വചനങ്ങൾ പറയുകയല്ലാതെ പോലീസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് അതും കൂടെ മനസ്സിലാക്കണം. അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ വിമർശനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷാനുഭാവികളായിട്ടുള്ള ഈ സൈബർ സാഹിത്യകാരന്മാർ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൂടെയാണ്. പോലീസ് നടത്തിക്കൊണ്ടിരുന്ന അതിക്രിയകളെക്കുറിച്ച്, RSSനോട് സ്വീകരിക്കുന്ന മൃദു സമീപനത്തെക്കുറിച്ച്. ഇതാണ് നിലമ്പൂരിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടെങ്കിൽ ഇതാണ് ചർച്ചയാണത്. കാരണം ഇതിൻ്റെ പേരിലാണ് ഇത് ഉന്നയിക്കുകയാണ് അൻവർ ചെയ്തത്. ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അൻവർ പുറത്തു വരുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ ഭരണകൂടത്തെ ചോദ്യമുനയിൽ നിർത്തുവാൻ, ആ വിഷയം ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി അത് മാറ്റിയെടുക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, കേരള രാഷ്ട്രീയത്തിന് ഉപകാരമുണ്ട്. അതല്ലാതെ ഈ പറയുന്ന സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഴുപ്പലക്കലുകളുടെ ഒരു വേദിയെ നിലമ്പൂർ മാറുകയാണ്. പ്രത്യേകിച്ച് അതിന് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കേരളം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് അൻവർ മുന്നോട്ട് വെച്ചത്. അത് ഈ പോലീസിൻ്റെ വലതുപക്ഷവൽക്കരണമാണ്, സംഘപരിവാരവൽക്കരണം. മലപ്പുറം ജില്ലയിലെ സവിശേഷമായ പോലീസ് ഇവർ 2 ആഴ്ച മുമ്പ് ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇവരുടെ മുജാഹിദുകളുടെ ഒരു സമ്മേളനത്തിൽ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ സുമേഷ് സുധാകർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ വന്ന് കാണിച്ചു കൂട്ടിയ കളികൾ നമ്മൾ കണ്ടാണ്. സമ്മേളനം എന്തോ 10 മിനിറ്റ് വൈകി എന്നുള്ളതാണ്. നിയമപരമായി അദ്ദേഹം ചെയ്ത് ശരിയായിരിക്കും, പക്ഷേ അദ്ദേഹം പെരുമാറിയ രീതി കാണണം. ആ സമ്മേളനത്തിൻ്റെ സ്റ്റേജിലേക്ക് കയറി വരിക, ആക്രോശിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഇടതുപക്ഷ സൈബർ സാഹിത്യകാരന്മാർ മുഴുവൻ രംഗത്ത് വന്നത്. പക്ഷേ ഇതേ മനുഷ്യൻ, ഇതേ പോലീസ് ഓഫീസർ 2015 ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവിറക്കിയതാണ്. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? തിരൂരിൽ ഒരു KSRTC കണ്ടക്ടറെ അയാൾ പബ്ലിക്കിൽ പുകവലിച്ചു എന്ന് പറഞ്ഞ്, പോലീസിൻ്റെ പേരില്ല, പുകവലിച്ചു എന്ന് പറഞ്ഞിട്ട് കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി അയാളോട് വളരെ മോശമായി പെരുമാറി അയാൾ പരാതി കൊടുക്കുന്നു. അയാൾ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇതുവരെ പുകവലിച്ചിട്ടില്ല എന്നാണ്. ഇനി അയാൾ പുകവലിച്ചു എന്ന് തന്നെ വിചാരിക്കുക, കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകേണ്ട കേസാണോ ഒരു പബ്ലിക്കിൽ പുകവലിക്കുക എന്നുള്ളത്? അപ്പോൾ ഇയാൾ തിരൂർ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ, അതിൻ്റെ പേരിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉത്തരവിൽ വിമർശിക്കപ്പെട്ട ഒരാൾ അയാൾ റിവാർഡ് ചെയ്യപ്പെടുകയാണ്. അയാൾ സമാനമായ അതിക്രിയകൾ ചെയ്യുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ പിന്തുണയുമായിട്ട് ഈ ഇടതുപക്ഷ സാംസ്കാരിക ലോകം, സൈബർ ലോകം രംഗത്ത് വരുന്നു. ഇതാണ് സുജിത് ദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ പോലീസ് മേധാവി ഇരുന്ന ആളാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്നത്. കാരണം അതിക്രിയകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ റിവാർഡ് ചെയ്യപ്പെടുന്ന ഒരു വിചിത്രമായ ഒരു സംഗതിയാണ്. വിചിത്രമായ കലാപരിപാടികൾ നടത്തുന്ന പോലീസ് ഓഫീസർമാർ ഡംപ് ചെയ്യപ്പെടുന്ന ജില്ലയായി മലപ്പുറം മാറുക, അവരുടെ അതിക്രിയകൾക്ക് അവർ റിവാർഡ് ചെയ്യപ്പെടുന്ന അതേക്കാൾ വിചിത്രമായ സംഗതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അൻവർ ഉന്നയിച്ചത്. അതിപ്പോഴും തുടരുന്നുണ്ട്, മാറ്റമില്ലാതെ തുടരുന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ ഒരു ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ അത് സാധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിന് കോൺഗ്രസ്സിന് സാധിക്കുമെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വലിയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതല്ല, അവർക്കിടയിലെ വിഴുപ്പലക്കളുടെയും ഗ്രൂപ്പിസത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും വേദിയാക്കുകയാണോ എന്നുള്ളത് അതാണ് അവരുടെ മുന്നിലെ വെല്ലുവിളി എന്ന് പറയുന്നത്. പാർട്ടിയേക്കാൾ സ്വന്തത്തെ സ്നേഹിക്കുന്ന, സ്വന്തം സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടമായിട്ടാണ് കോൺഗ്രസ് മാറുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ ചോദ്യം ഇതാണ്. അവിടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പുണ്ടാകാനുണ്ടായ കാരണം അത് അൻവർ ചില വിമർശനങ്ങൾ ഉന്നയിച്ച് രാജിവെച്ചതുകൊണ്ടാണ്. അൻവർ ഉന്നയിച്ച ആ വിമർശനങ്ങൾ അത് നിലമ്പൂരിൽ ചർച്ചയാകുമോ, അതായിരിക്കുമോ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, BJP സ്ഥാനാർത്ഥി, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നൊക്കെയാണ് അതിൻ്റെ പ്രസിഡന്റ് ചോദിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ആർക്ക് വേണ്ടിയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതും ഈ നിലമ്പൂരിനെ, ഈ 2 കാര്യങ്ങളായിരിക്കും നിലമ്പൂരിനെ നിർണ്ണയിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിംസ്, ഈ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നൊരു സാഹസത്തിന് ഈ അൻവർ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ മണ്ടത്തരമായി മാറുമോ? അല്ല, അൻവർ എന്തിനാണ് രാജിവെച്ചത് എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിലാണ് ഇവിടെ ഉത്തരം കണ്ടത്. അൻവർ രാജിവെച്ചത് ദാവൂദ് സാഹിബ് വിശദീകരിച്ചതുപോലെ വളരെ
ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഉന്നയിച്ചത് ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പാർട്ടിയോ CPM-ഓ സർക്കാരോ കരുതുന്നില്ല. കേവലം ആരോപണങ്ങളല്ലാതെ ഉന്നയിച്ചത്. അതായത് ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ പാർട്ടിയിലേത് ഉന്നതനെതിരെ മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കെതിരെയൊക്കെ ഒരു വിമർശനം ഉന്നയിച്ചാൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് സർക്കാരിനും പാർട്ടിക്കും തോന്നുന്നപ്പോഴാണ്. അത് അവർക്ക് കൂടി അനുഭവമുള്ള ചില കാര്യങ്ങളാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവരിൽ ചിലർക്കെങ്കിലും അനുഭവമുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം ആരോപണങ്ങൾ മാത്രമല്ല, അത് കേവലം പരാതിയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളിൽ CPM-ൻ്റെ പ്രതിനിധികൾ പറയുന്നു അദ്ദേഹം എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചു, അപ്പോൾ ഒരു ഭരണകക്ഷി MLA പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭരണകക്ഷിയിലാണ് എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കാതിരിക്കുന്നതാണ് അല്ല. അത് ഗൗരവമുള്ളതാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നിയിട്ടുണ്ട്, DGP-ക്ക് തോന്നിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് എത്രമാത്രം ഗൗരവമുള്ള സംഭവങ്ങളാണ്. ഒന്ന്, സ്വർണ്ണക്കടത്തിലെ ആളുകളെ കണ്ടെത്തി ആ സ്വർണം പൊട്ടിക്കുന്ന പണി പോലീസ് ഏറ്റെടുക്കുന്നു, ഡാൻസ് ഓഫ് ഏറ്റെടുക്കുന്നു. മറ്റൊന്ന്, മയക്കുമരുന്ന് പ്ലാൻ ചെയ്ത ആളുകളെ കൊടുക്കുന്നു, കേസിൻ്റെ എണ്ണം കൂട്ടിക്കാണിക്കുന്നു. ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, മാമി തിരോധാന കേസ്. ഒരു വ്യവസായിയും വ്യാപാരിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്, അയാളെ കാണാനില്ല. ഒരു പ്രമുഖനായ മനുഷ്യനാണ്, അയാളെ കാണാനില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയില്ല, ഇത്രയും നാളായി. അത് അൻവർ പറഞ്ഞതിന് ശേഷമാണ് അതിന് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ വയ്ക്കുകയും ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ 2 ആഴ്ച മുമ്പ് മാറ്റിയിരുന്നു. അതൊരു വാർത്ത പോലും ആയില്ല. എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്ന് നമുക്കറിയില്ല. ആ കേസിൻ്റെ സ്റ്റാറ്റസ് കോ എന്താണ് അതൊന്നും ആർക്കും അറിയില്ല. മാമി തിരോധാന കേസിൽ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള അന്നത്തെ ADGP MR അജിത് കുമാറിന് പങ്കുണ്ട് എന്നാണ് PV പറഞ്ഞ ആരോപണം. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട്. സർവീസിലിരിക്കെ ഈ കേസ് അന്വേഷിക്കാൻ നിശ്ചയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ 2 ആഴ്ച മുമ്പ് മാറ്റുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ച് ആ മുന്നണിയിൽ നിന്ന് രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അൻവർ രാജിവെക്കണമായിരുന്നോ അദ്ദേഹത്തിൻ്റെ കോസ് നേടിയെടുക്കാൻ, അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതുണ്ട്. അദ്ദേഹം രാജിവെച്ചതിലൂടെ അദ്ദേഹം ഉയർത്തിയ കോസ് ദുർബലമായി പോയി എന്ന് വാദിക്കുന്നവരുണ്ട്. ഇനി അദ്ദേഹം രാജിവെച്ചു എങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന UDF ഈ പ്രശ്നം യഥാവിധി ഏറ്റെടുക്കുന്നുണ്ടോ? ഇപ്പോൾ 3 ടയർ അന്വേഷണം MR അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചു. അതിന് കാലപരിധിയില്ല എന്ന് പറയാൻ കാരണം ഈ വർഷം അദ്ദേഹം DGP ആവുകയാണ്. വേണമെങ്കിൽ അദ്ദേഹം സംസ്ഥാനത്തെ പോലീസ് മേധാവി ആയി മാറാം. ഈ 2 മാസം കൂടിയേ ഉള്ളൂ. അങ്ങനെ മാറാനിരിക്കെ അതിന് കാലപരിധി നിശ്ചയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം അതായി കഴിഞ്ഞിട്ടേ ഈ അന്വേഷണം അവസാനിക്കൂ എന്നുള്ളതുകൊണ്ടാണ് ഒന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ UDF ഇപ്പോൾ ഈ നിലമ്പൂർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അൻവർ അന്ന് ഉയർത്തിയ വിഷയങ്ങൾ അതേ തീവ്രതയോടെ ഉന്നയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് UDF വിട്ട് കഴിഞ്ഞു. ആ വിഷയങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെടാറില്ല. അപ്പോൾ പോലീസിൻ്റെ RSS ബന്ധമോ അല്ലെങ്കിൽ പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണമോ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഇപ്പം നിലവിലില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നൊന്നുമില്ല. ആ അന്വേഷണത്തെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല. തൃശ്ശൂർ പൂരം കലങ്ങിയത് എങ്ങനെ എന്ന ചോദ്യം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ മറന്നുപോയി. അടുത്ത തൃശ്ശൂർ പൂരം കഴിഞ്ഞു, ഒരു പ്രശ്നമില്ലാതെ കലങ്ങാതെ കഴിയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കണമോ വേണ്ടേ, ഇതാണ് പ്രധാന ചർച്ച. അത് ഞങ്ങൾക്ക് തോന്നുന്ന സമയമാകുമ്പോൾ എടുക്കാം എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് അൻവറിനോട് പറയുന്നു. മറ്റൊന്നെന്താണ്, ഈ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള തർക്കം. ആ സ്ഥാനാർത്ഥി ആരാവണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അൻവർ ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടാണ്, അൻവർ ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടേതായ ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അവർ ഭയക്കുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണ്. അവരുടെ മുമ്പിൽ എന്തില്ല, ഈ ലാർജർ പൊളിറ്റിക്കൽ ഡിബേറ്റ് അവരുടെ മുമ്പിലേ ഇല്ല. അവരുടെ മുമ്പിലുള്ളത് വളരെ പെറ്റിയായിട്ടുള്ള സംഘടനാ ഗ്രൂപ്പ് പ്രശ്നങ്ങളും മുന്നണിയിൽ ഈ പാർട്ടി എടുക്കണം ആ പാർട്ടി എടുക്കണം എന്നുള്ള പ്രശ്നങ്ങളാണ്. അവിടെ യഥാർത്ഥത്തിൽ തോൽക്കുന്ന ആരൊക്കെയാണ്? ഒന്ന് അൻവർ തന്നെ തോക്കുകയാണ്. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തോക്കുകയാണ്. UDF എന്താണ്, ഒരു രാഷ്ട്രീയമായ മേൽക്കൈ. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെങ്കിൽ UDF-ന് രാഷ്ട്രീയമായ മേൽക്കൈയാണ് ലഭിക്കുക. അത് ജയിക്കുകയാണെങ്കിലും തോറ്റാണെങ്കിലും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാലും തോറ്റാലും ഈ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിയാണ് അവർ അതിനെ ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ രാഷ്ട്രീയമായ മേൽക്കൈ നേടുകയാണ്. കാരണം അവർ ആ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നു, അതിന് മറുപടി പറയേണ്ട പണിയായിരിക്കും LDF-നും CPM-നും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ നമ്മളെന്താ കാണുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ VD സതീശൻ വീമ്പിളക്കിയതാണ്. ഇപ്പോൾ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആ അജണ്ട മാറിപ്പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുകയോ തോക്കുകയോ അത് പോട്ടെ,
അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് പകരം അവരിപ്പോഴും ആ തർക്കത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എപ്പോഴേ പരിഹരിക്കാവുന്ന വിഷയമാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വരുമെന്ന് അറിയാൻ പാടില്ലല്ലോ UDF-കാരും കോൺഗ്രസ്സുകാരും. അത് എപ്പോഴും പ്രഖ്യാപിക്കാമെന്ന് അറിയാവുന്നവർ ഈ പ്രശ്നമൊക്കെ എപ്പോഴേ അവർക്ക് പരിഹരിക്കാമായിരുന്നു. അവർക്ക് സ്ഥാനാർത്ഥി നിശ്ചയിക്കാമായിരുന്നു. അവരാണ് ആദ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 4-5 മാസം കടന്നുപോയി. ഈ സമയത്തൊക്കെ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്. അത് അവസാന നിമിഷം വച്ചുകൊണ്ടിരുന്ന് ഇത് കുളം കലക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം, അൻവർ ഉയർത്തിവിട്ടിയ വിഷയം ഇപ്പോഴും ഏറി തന്നെയുണ്ട്. അത് ആര് ഓൺ ചെയ്യുന്നു, അത് ആര് ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ, രാജിവെക്കാനിടയായ സാഹചര്യങ്ങൾ, ഇപ്പോഴും അദ്ദേഹം എയറിൽ നിർത്തുന്ന ആരോപണങ്ങൾ, അത് ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്താൻ UDF-ന് കഴിയുമോ എന്നുള്ളതും കൂടിയാണ് ഉറ്റുനോക്കുന്നത്.